ഇന്ന് ആമിയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന കേട്ടോ. അപ്പം ഞാൻ കുറച്ചപ്പുറത്ത് ഇറങ്ങിയിട്ട് നടന്നു വന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പം ആളല്ലേ ഇങ്ങനെ വണ്ടിയിലൊന്നും കൊണ്ടുപോയി ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലുതായിട്ട് അറിയത്തില്ല. എന്നാലും ആൾ ഇതേപോലെ വണ്ടിയിൽ ഇരിക്കും. വേറെ എന്നാലും ഞാനും കൂടെ ബാക്കി ഇരുന്നു കേട്ടോ ആളെ. അപ്പം ആമിക്ക് 2 ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് വരാം ഗൈസ്. അതിനാണ് നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നത്. ആൾക്ക് 1 വർഷമായ എൻ്റെ ഇഞ്ചക്ഷനുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിലാണ് നമ്മുടെ ആമിക്ക് സർജറിയും ഇഞ്ചക്ഷനും ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നത്തേക്ക് 1 വർഷം ആവാറായി. അപ്പോൾ അത് കഴിഞ്ഞു. ആ സമയത്ത് ആൾക്ക് പനി ആയതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തില്ല. അതുകൊണ്ട് പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വീണ്ടും വന്നു നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ. 2 കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആൾക്ക് വരണമെന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. വാ നമുക്ക് വേണ്ട, ഇങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട, വാ നമുക്ക് ഇങ്ങോട്ട് എവിടെയെങ്കിലും പോകാം. 5-6 ഇഞ്ചക്ഷൻ എടുത്തതല്ലേ. അതുകൊണ്ട് ആളുതൊണ്ടേ കാട്ടിൽ പോയി ഒളിച്ച് നിൽപ്പുണ്ട്. നോക്കിക്കോണേ ഞാൻ അങ്ങോട്ടില്ല, നിങ്ങളൊക്കെ പോയിട്ടൊക്കെ വരൂ, ഞാനിവിടെ എങ്ങനെയെങ്കിലും കാട്ടിൽ ഒളിച്ച് നിൽക്കുകയാണ്. വിളിച്ചിട്ടാണെങ്കിൽ വരണ പോലും ഇല്ല. പിന്നെ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിതാ പോകുന്നുണ്ട്. ഈ തുള്ളിച്ചാടി പോകണം, അതിന് തിരിച്ചിനി എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ പോയത് കേട്ടോ. പക്ഷെ ആൾക്ക് അവിടെ ഇങ്ങനെ എത്തും തോറും ഒന്ന് സ്പീഡൊക്കെ കുറയുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ അല്ലേ എല്ലാവരും എന്നൊക്കെ തിരിഞ്ഞു നോക്കി. പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ ആള് ഓക്കെ, കൊള്ളാം, നല്ല സ്ഥലം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളെ കൊണ്ട് ഇഞ്ചക്ഷൻ വയ്ക്കാൻ പോയി. അതാ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. ഇതിൽ വിഷയം ആമിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആള് കഴിഞ്ഞോ, ഇനിയുണ്ടോ? അമ്മയുടെ മുഖം കണ്ടോ? അമ്മയാണ് അവിടെ അവൾക്ക് വേണ്ടി വേദന സഹിക്കുന്നത്. പക്ഷെ അവൾ ഭയങ്കര കൂളായിരുന്നു കേട്ടോ. കരഞ്ഞതോ അങ്ങേരെ പോയി തിരിച്ച് കടിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല. കഴിഞ്ഞില്ലേ, വാ പോവാം വീട്ടിൽ എന്നും പറഞ്ഞ് ആള് നടത്തുമായിരുന്നു. വരൂ പോവാം, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ഇനിയും ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇതിലുണ്ടായിരുന്നു. ശരി, എന്നെയും നോക്കുന്നുണ്ട്, നീ പോയാ? കാരണം അമ്മ അവിടെ ഡോക്ടറിൻ്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കാണാത്തോണ്ട് ഉളിഞ്ഞൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നീ എന്നെ വിട്ടിട്ട് പോവല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ. സൈൻ ചെയ്തില്ല ബുക്കിലെ ഒപ്പൊക്കെ ഇട്ട് മേടിക്കണമല്ലോ ഇഞ്ചക്ഷൻ എടുത്ത ഡേറ്റ്. പക്ഷെ കേട്ടോ, ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇരിക്കുകയാണെന്ന് പറയുമോ? ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാം. 1 ആഴ്ച കൂടി ഇനി ബൂസ്റ്റ് എടുക്കാറുണ്ട്, അതിന് 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. 1 ആഴ്ചയോ 2 ആഴ്ചക്കകത്ത് ചെല്ലാൻ പറഞ്ഞു. സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട് ആള്. ഓക്കെ, സന്തോഷമുണ്ട് കേട്ടോ, നല്ല സന്തോഷമുണ്ട് ഇഞ്ചക്ഷൻ എടുത്തതിന്റെ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇതിന്റെ ഇടയില് ആള് അമ്മയും കൊണ്ട് വലിച്ച് നമുക്കിനി ഇവിടെ നിൽക്കണ്ട, വണ്ടിയൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നടന്നു പോവാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും കൊണ്ട് നടത്തി അങ്ങ് കുറച്ചു ദൂരം അങ്ങ് പോയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും എന്നെ ഒരുപാട് പേര് ഇവളെ കണ്ട് ഭയങ്കര ഹായ് കൊടുക്കും. അയ്യോ, ഇങ്ങനെ ഇവളെ തന്നെ നോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവളെ ആളത്ര ക്യൂട്ടാണ് കേട്ടോ. ഈ പഞ്ഞി നടക്കണ പോലെയാണ് നടക്കുന്നത്, ഓടുന്നതും ഒക്കെ. അതുകൊണ്ട് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ കണ്ട ഇരിക്കുന്ന കണ്ടോ, ആള് വളരെ കാമായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇരിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ യാത്ര ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അവള് തലയും പൊക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കണ്ടോ. അവിടെ ഉള്ള ആ ചേട്ടനൊക്കെ ഇങ്ങനെ ഇവളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവക്കും നമ്മളെ കൊണ്ടുപോവാണെങ്കിൽ അങ്ങ് ഇരിക്കും, വണ്ടി ബാലൻസ് ചെയ്ത് ഇരിക്കാൻ അറിയാം, ഇവക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ് വീട്ടിലോട്ട് എന്നും പറഞ്ഞതാ കേറി വണ്ടിയിൽ. പിന്നെ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കണ്ടോ, നോക്കിയാനും കാണാനും. കുറച്ച് പച്ചക്കറി മേടിക്കാൻ എനിക്കെല്ലാം അമ്മയ്ക്ക് മേടിച്ചോണ്ട് എല്ലാം പറഞ്ഞു, തൊഴിലുറപ്പുള്ളത് കൊണ്ടേ. അങ്ങനെ ഞങ്ങള് പച്ചക്കറി മേടിക്കാൻ പോയി. അവിടെ വെച്ചുള്ള കുറച്ച് സീന് കാണാം. അവിടെ നമ്മളെ വേറൊരു ഡോഗ് കുരച്ചോണ്ട് വന്ന്. പക്ഷെ നമ്മളെ കാന്താരി വലിയ സീനൊന്നും ഉണ്ടാക്കിയില്ല. സംഭവം ആദ്യം ആ സ്ട്രേ ഡോഗ് കുരച്ചോണ്ട് വന്നപ്പോ നമ്മൾ ആമയും അത്രയ്ക്കായാ എന്നും പറഞ്ഞ് തിരിച്ച് കുരച്ച് ബഹളം ഉണ്ടാക്കി. പക്ഷെ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നല്ല കുട്ടിയല്ലേ കണ്ട, നമ്മൾ കുരയ്ക്കാൻ പാടില്ല, നമ്മൾ നല്ല കുട്ടിയാണ്. അവിടെ ഒരാൾ നമ്മൾ നോക്കി കുരയ്ക്കുന്നു. ബട്ട് നമ്മളെ ആമി ഭയങ്കര നമ്മൾ നല്ല കുട്ടിയല്ലേ കണ്ടാ ഗൈസ്. നമ്മൾ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് നല്ല കുട്ടി എന്ന് പറയുമ്പോൾ ആള് പയ്യെ നല്ല കുട്ടിയാവും. നമ്മൾ പോണ്, നമ്മൾ നല്ല കുട്ടിയാണേ മാമി. ഓക്കെ,
എന്തൊരു നമ്മൾ നല്ല പിള്ളേര് നമ്മളിതാ പോവാണ് ഗൈസ്. ഇൻഡിഷൻ വെച്ചതിന്റെ ഇൻഡിഷൻ വെച്ച് ഞാനല്ല മാമന്റെ കയ്യില്. ഓ ഞാൻ പോയി ഇംഗ്ലീഷ് എടുത്തേടാ. ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. അതാത് തിരിച്ചോട്ട് ഇംഗ്ലീഷ് എല്ലാം കൊണ്ട് ചിരിച്ച് നമ്മളെ ഒന്നും വേണ്ട. അതിന് പാല് കൊടുത്തിട്ടുണ്ട്. ചോറ് കഴിച്ചാടാ. ഇത് അമ്മയ്ക്കൊന്നും പിടി കൊടുക്കാതെ നിൽക്കണേ ആള്. നോക്കണേ, അമ്മ ഇപ്പൊ പിടിക്കാൻ പോവും. അമ്മ ഒന്ന് പിടിച്ച് കാണിച്ചോട്. കണ്ടാ ചോറ് ആനി എന്താ നിക്കൂല ആള്. കവറിന്റെ സൗണ്ട് കേട്ട് ഞാൻ പിടിച്ചു ഗൈസ്. ആള് ബിസ്ക്കറ്റ് എന്തോ ആണെന്ന് വിചാരിച്ച്. എവളും ആമി ഗുണ്ടുവിനെ പോലെ തന്നെ കേട്ടാ. ചോറ് വേണ്ട പോട്ടോ. കിട്ടി കിട്ടി ഓടോടി പിടിച്ചു കൊടുത്തല്ലേ എന്നുള്ള നോട്ടം. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. ഓക്കെ, അമ്മ അവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണം. അതൊക്കെ ഒരു കഴിക്കാൻ പറ്റും. ടേസ്റ്റ് ഒന്നുമില്ല. ഗുണ്ടുവിനെ പോലെ ഉണ്ടല്ലേ, വിഴുങ്ങി ഇറക്കണം. ഇപ്പം ഗുണ്ടുവിൻ്റെ ഐഡിയ ഒക്കെ അവനും പഠിച്ചു കേട്ടോ. അങ്ങനെ ഓടില്ലേ ചോറ്. 5 വിളെ കഴിക്കുള്ളൂ അമ്മ പറഞ്ഞിട്ടുണ്ട്. ആമിക്ക് ചോറ് കൊടുത്താ അമ്മാമ്മ എന്നും വിളിച്ചു ചോദിക്കും. അമ്മാമ്മ ഇപ്പം അങ്ങ് ഇതിന് പോണത് കളിയാണ്. കേട്ടോ വാ. തോട് തിന്നെ മടിയാണോ? തോട് തിന്നാൻ മടിയാണോ? പറഞ്ഞോ. എനിക്ക് വേണ്ട, അമ്മ എടുത്തോ. കഴിയടി. കാണിക്കാതെ കഴിക്കാൻ. ഇപ്പൊ മനസ്സിലായത് ആര് ഗുണ്ടുവിന്റെ അമ്മ ആരെന്ന് മനസ്സിലായല്ല. അമ്മയ്ക്ക് എത്താത്ത രീതിയിലും പോയി നിൽക്കുകയാണ്. ഇവിടെ വാ, ഇവിടെ വാ കുറുമ്പ. നിന്നെക്കാളും പേടി അവനുണ്ട്. പൈപ്പ കിടന്ന് കഴിക്കണ. മലന്ന് കിടന്നാലേ എനിക്ക് ചോറിറങ്ങുള്ളൂ. ഇത്രയും കൂടി ഉള്ളൂ. മടി തന്നെ. ഇന്ന് ആമീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാനും അമ്മയും ആമിയും കൂടെ, ആമി എന്നാണ് പറയുന്നത് കേട്ടോ, ഇത്ര നേരം ആമി എന്ന് പറഞ്ഞ് നമ്മൾ ഗുണ്ടൂസും കൂടെ നമ്മൾ പാലെടുക്കാൻ പോവുകയാണ്. ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ അമ്മയോടുകൂടി പാലെടുക്കാൻ പോവും, അല്ലെങ്കിൽ ഞാൻ പാത്രം കഴുകണം. അതുകൊണ്ട് നേരെ പാലെടുക്കാൻ അമ്മയുടെ കൂടെ പോവും. എന്നിട്ട് വീട്ടിൽ വന്ന് വീണ്ടും പാത്രം കഴുകിക്കോളൂ. ഡബിൾ പണിയാണ് ഗൈസ്. അങ്ങനെ ഞാനും കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കാണ്ടല്ലോ, വയ്യാന്നും പറഞ്ഞ് ഞാനും കൊണ്ടും കൂടെ നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അതാ വീടെത്തി നമ്മൾ പാലെടുക്കാൻ പോകുന്നു. പിന്നെ കുറച്ചു നേരത്തെ പണിയുണ്ട്. നമുക്ക് വീട്ടിൽ വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല ഗൈസ്. ഇതുപോലെ ജോലി ചെയ്യുക, എല്ലും മുറിയെ പണിയെടുക്കുക, തിന്നുക. അതാണ് എൻ്റെ ഒരു പോളിസി. അതും വർഷത്തിലൊരിക്കൽ.
അങ്ങനെ നമ്മളിതാ പാലെടുക്കുന്നു. മുഖ്യ ദിവസം അവള് വരെയൊന്നുമില്ല. ഇന്ന് പിന്നെ എനിക്ക് നേരത്തെ പോയിട്ട് മുഖ്യ ദിവസം ഞാൻ കോളേജിൽ പോകും ഗൈസ്. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഞാൻ അമ്മയുടെ കൂടെ പോകും. അങ്ങനെ കൊണ്ട് ഞാൻ പാലെടുക്കുന്നത് കണ്ടോണ്ട് ഇങ്ങനെ അവനങ്ങ് മാസ്മരിച്ച് ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് നമ്മളെ കാണുകയാണ്. ചേച്ചി ഇത്ര നല്ല ജോലി ചെയ്യുന്ന ആളായിരുന്നു, എനിക്കറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടു. വലിയ കാര്യത്തിൽ പോകുന്നു യൂണിഫോം ഒന്നും എടുക്കാതെ. പിന്നെ എന്റെ യൂണിഫോം അല്ല ഗൈസ്, ഈ പാലെടുക്കുന്ന തുണി. അപ്പൊ അതൊന്നും ഞാൻ മറന്നുപോയി കേട്ടോ. കുറെ ദിവസമായി വന്നിട്ട്. അപ്പം അതുകൊണ്ട് അമ്മയുടെ യൂണിഫോം എടുത്തിട്ടു ഞാൻ. അമ്മ വേറെ യൂണിഫോം എടുത്തിട്ടു. പിന്നെ ഗുണ്ടുവിന് വയ്യ, ചേച്ചി എടുക്കണ്ട, ചേച്ചി ഇങ്ങനെ ജോലിയൊന്നും ചെയ്യണ്ട, ചേച്ചി ഇങ്ങനെ ജോലി ചെയ്യേണ്ട ആളല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ തടയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മള് എല്ലുമുറിയെ പണിയെടുത്ത് കഴിക്കുക, അതാണ് എന്റെ മുദ്രാവാക്യം. അതുകൊണ്ട് ഞാൻ കിടന്ന് അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പൊ ചേച്ചീനെ മാറ്റിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പം എൻ്റെ വലിയമ്മയുടെ വീട്ടില് ലൗലോലിക്ക് നിക്കുന്നുണ്ടായിരുന്നു. കണ്ടല്ലോ, അതിലൊന്നും നോക്കിയില്ല. അവള് ചാടി വലിഞ്ഞ് കേറി. ഞാൻ ഒരുപാട് ദിവസം ഇവിടെയല്ലേ നമ്മള് താമസിച്ചിരുന്നത്. ഒരു മരം അവള് വെറുതെ വിടൂല, എല്ലാം അതിന്റെ മണ്ടയിൽ കയറി. ഞാൻ നെല്ലിക്ക, മാങ്ങ എന്നിങ്ങനെയുള്ള മരങ്ങള് ചാടി തുള്ളി കയറി പറിക്കാറുണ്ട്. കാണുമ്പോലെ എല്ലാം ഭയങ്കര ധൈര്യശാലിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ആയിരുന്നു ഗെയ്സ്. പിന്നെ ഞങ്ങൾ കുറച്ച് നെല്ലിക്കേ പറിച്ചോളൂ. പിന്നെ എന്റെ വലിയമ്മയും വലിയച്ഛനും മോളും ഉണ്ട്. കണ്ടിട്ടുണ്ടായിരിക്കും, ഇതിനു മുമ്പുള്ള വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അവർക്കൊരു കല്യാണമായിട്ട് അവർ എവിടെയോ പോയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാനിവിടെ വന്നിട്ട് കുറെ നാളായി. അപ്പൊ നോക്കിയപ്പോൾ നെല്ലിക്ക നിൽക്കുന്നു കഴിക്കാൻ. ആളില്ലാത്ത വീട്ടിൽ കതവടച്ചെന്ന് കാണുമ്പോ അടിച്ചു മാറ്റുന്ന, അതിന്റെ തെളിവിനായിട്ട് വീഡിയോ എടുത്തു വയ്ക്കുന്ന സ്വന്തം അമ്മ. ഗുണ്ടും വരുന്നില്ല, ചേച്ചിയും കൊണ്ടേ വരുന്നുള്ളൂ എന്നാണ്. വാടാ, കല്ലുപോലെ നിക്കണം, ഇറങ്ങി വരുന്നില്ലല്ലോ. എടാ അവള് പറിച്ചിട്ട് വന്നോളൂ, നീ വാ പൊട്ടാ, നീ വാടാ. എടാ അനങ്ങണില്ല അവൻ, ഞാൻ പോണ കണ്ടിട്ടു. ചേച്ചി വന്നിട്ടേ വരണോളെന്നാണ് അവൻ പറയണത്. വാ ഗുണ്ടു, നിനക്ക് വരാൻ വയ്യ അല്ലേടാ, ഇറങ്ങിപ്പോടാ. മതിൽ ചാടണ കാണിച്ചുതരാം. മതിലിറങ്ങി വരുവോള്. അവള് വരുന്നേരം അവിടെ നിന്ന് കേട്ടാ. ഇപ്പൊ അവനങ്ങ് അറിയാം, വരാനറിയാം. ഇങ്ങോട്ടാണ് വഴിയേ. ഇതിന് ശേഷമാണ് നമ്മൾ ആമിയും കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ട് ഗുണ്ടുവിന് ചോറും നമ്മൾ എടുത്തു കൊടുക്കുകയാണ്. ഗുണ്ടു വിശന്നിരുന്നു. ആമിയെ കൊണ്ടുപോയി അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് ലേറ്റായി. വന്നപ്പോ 2 മണിയായി. അപ്പൊ ഗുണ്ടുവിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ ഇത്തിരി ലേറ്റായി പോയി. അതുകൊണ്ട് ഇന്ന് വാരി കൊടുക്കണ്ട, അല്ലെങ്കിൽ അവന്റെ വായിക്കകത്ത് വെച്ച് കൊടുക്കണം. ഇത് ഇന്ന് ചിക്കൻ കാലായിരുന്നു. ഇന്ന് ചിക്കൻ കാലം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നോക്കിയപ്പം എല്ലാ ചോറും, ഒരു ചോറില്ലാതെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, കഴിക്കുന്ന കണ്ടോ? അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചവയ്ക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വിഴുങ്ങും അവൻ, പാമ്പ് വിഴുങ്ങുന്ന പോലെ എല്ലാം വിഴുങ്ങലായിരുന്നു. ഇന്ന് പിന്നെ കോഴിക്കാല് കണ്ട്. ഇനി അടുത്തതാണ് എന്റെ കുഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ അനിയത്തിമാരുണ്ടോ ഗൈസ്? എന്റെ വീട്ടിലുണ്ട്. ഞാൻ എന്ത് ചോദിച്ചാലും ഉണ്ടാക്കി തരുമെന്ന് വിചാരിക്കണ്ട. അവൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊതിയെങ്കിൽ അവൾ ഉണ്ടാക്കി തിന്നും, അതിൽ എനിക്കും തരും. അതാണ് മെയിൻ വീട്ടില്. അവള് മാത്രം മടിയില്ലാതെ അവൾക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബിൽ കണ്ട ഉടനെ അവള് തന്നെ ഉണ്ടാക്കും. വേറെ നമുക്ക് ഇഷ്ടമുള്ള സാധനം ആയാലും കാണിച്ച് അവളെ കൊതിപ്പിച്ച് അവളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുക. അതാണ് എന്റെ മെയിൻ പരിപാടി. നല്ല പാചകത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ശ്രീകുട്ടിക്ക് എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലോ ഉണ്ടാക്കൂല, ഞാൻ കഴിക്കും. അങ്ങനെ അവളുടെ കുക്കിംഗ് വീഡിയോ കണ്ടല്ലോ, അവള് ഭയങ്കര കാലം മുതലേ വീഡിയോ ഇങ്ങനെ പാചകം. അമ്മ പിന്നെ ഇന്ന് കണവക്കറി വെക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കണവയെ കാണിച്ചു തരണ്ടേ? ഇത് വലിയൊരു സീബ്ര കുട്ടിയുടെ കണവയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനിടയ്ക്ക് മുമ്പ് നമ്മൾ ചായയും അവള് എന്റെ മാഗി മസാലയും വാരിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ആട്ടുമ്പോൾ പറയുന്നുണ്ട്, ചേച്ചിയുടെ മാഗി മസാലയാണ് ഞാൻ എടുത്തത്, ചേച്ചി ബാക്കി പറഞ്ഞ മസാല എടുത്ത് മാഗി ഉണ്ടാക്കി കഴിച്ചോളാം, ഇത് തിന്നിട്ട് മിച്ചമുള്ളത്. ഓക്കെ. അപ്പൊ അവള് കൊറേ നേരം കുലുക്കി ഇരുന്നിട്ട് നമുക്കുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. കുരുമുളക്
നല്ല ക്രഞ്ചി ആയിരുന്നു, കണ്ടില്ലേ, സൗണ്ട് കേട്ടില്ലേ? ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന പേരിൽ ഞാനിരുന്ന് കഴിച്ചോണ്ടിരിക്കണ കണ്ടപ്പോൾ കുഞ്ഞു ഭയങ്കരമായിട്ട് അവസരം മുതലെടുക്കുകയാണല്ലേ സജി എന്നും പറഞ്ഞ് എന്നെ കളയൊക്കെ കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ. കാരണം ഞാൻ ഇപ്പം തരാടി വീഡിയോ എടുക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞ് എടുത്ത് വാങ്ങിച്ച് കഴിക്കായിരുന്നു. പിന്നെ അച്ഛനും കഴിച്ചു, അച്ഛനും ഇഷ്ടപ്പെട്ടു, കണ്ടില്ലേ? എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എരിയെന്നും പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ ചായയും കൂടെ അച്ഛൻ കുടിച്ച് കഴിച്ചു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അതിനു മുമ്പ് നമ്മൾക്ക് സീബ്ര കണവേനെ കാണിച്ചു തരാം. അച്ഛൻ മേടിച്ചോണ്ട് വന്നതാണ്. അപ്പോൾ അച്ഛൻ തന്നെയാണ് ക്ലീൻ ചെയ്തതും എല്ലാം. അപ്പം ആ വീഡിയോയിലേക്ക് പോകാം ഗൈസ്, വരൂ. ഇതേതോ ആമക്കുട്ടിയാണെന്ന് തോന്നുന്നു. അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നതാണ്. എന്തോ ഒന്നും എടുത്താണ് അച്ഛൻ. അച്ഛൻ്റെ കയ്യിലെ നീളം കാണില്. ഒന്നില്ലേ ഉണ്ട് ഗൈസ്, ഇത്രയും നീളം ഉണ്ട്. ഇതെന്തോ സീബ്രയ്ക്ക് ഉണ്ടായ കുട്ടിയാണെന്ന് തോന്നുന്നു. ഇതാണ് കല്ലെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഇത് കഴുകുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ കണ്ടു. അതിലൊരുപാട് ഇത് വെച്ച് നമ്മളെ സാധാ കണവ കുഞ്ഞല്ലേ, അപ്പം ഇത് വലുതല്ലേ. പിന്നെ അച്ഛൻ ഇപ്പം പല്ല് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയതാണ് ഗൈസ്. ഒരു അരമണിക്കൂർ എടുത്ത്. ഇതാണെങ്കിൽ മറ്റേ കുഞ്ഞ് കണവയെ പോലെ ഇത് വരത്തില്ല, ഒന്ന് മുറിക്കണം. ഞാനും അച്ഛനും മണ്ടന്മാരായിരുന്നു ആ സമയത്ത്. നമ്മള് രണ്ടുപേരും അത് കത്തി വെച്ചൊന്ന് കീറിയിട്ടേ അതിന് ഇനി എടുക്കായിരുന്നു. പക്ഷെ രണ്ടുപേരും കൂടി നമ്മള് വേദനിപ്പിക്കാൻ പാടില്ല അതിനെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ അച്ഛൻ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതിനെ കണ്ടിട്ട് ഈ സീബ്ര കുട്ടീനെ പോലെയാണ് തോന്നിയത്. ഇത് എന്ത് കണവയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അച്ഛൻ പറയുന്നു കല്ലൻ കണവ എന്നാണ് ഇവിടെ പറയുന്നതെന്ന്. എന്ത് കണവയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയൂ. കമൻറ്റ് ചെയ്ത് പറയുന്നവരെ പിൻ ചെയ്തിടുന്നതാണ് അല്ലേ, യഥാർത്ഥ പേര് പിൻ ചെയ്തിടാം. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കഷ്ണങ്ങൾ ഇറച്ചി പോലെ നല്ല ഉണ്ടായിരുന്നു. അപ്പം എത്ര ദിവസം, 2 ദിവസം വെക്കാനുള്ളതുണ്ടായിരുന്നു തോന്നുന്നു. 3 ദിവസമായിട്ട് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ തന്നെ 350-400 രൂപയാണ്. പിന്നെ എൻ്റെ അച്ഛനാണ് ഈ കണവ, ചിപ്പി, ഞണ്ട് എന്നിങ്ങനെയുള്ള സാധനങ്ങളൊന്നും അമ്മരെ കൊടുക്കൂല കഴുകാൻ. അച്ഛൻ തന്നെ എല്ലാം കഴുകി തരും. ഇത് ബോൾ ഇങ്ങനെ ഈ പരിവായി കുണ്ടുപ്പ തറയെ വെക്കാറില്ല. ഇങ്ങോട്ടിട്, എന്റെ ബോള് ഇങ്ങോട്ടിട് എന്നുള്ള രീതിയിലാണ്. പിന്നെ ആളെപ്പോഴും ഈ കളി തന്നെ കേട്ടോ. എപ്പോഴും കൊണ്ട് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കും, പക്ഷെ തരൂല. ഞാൻ കയ്യിൽ വാങ്ങിക്കുമ്പോ കൈയും കളിച്ചോണ്ടിരിക്കും. കണ്ട ഇപ്പൊ ഞാൻ അവന്റെ ബോൾ പിടിച്ചപ്പോ ഒരു കടി കൊടുത്തത്. ഒരു നിവർത്തിയില്ല ഗൈസ് ഇവനെ കൊണ്ട്. ഈ ബോൾ എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ട് കളയണം. കണ്ട കൊണ്ട് തരും, കൊണ്ടിങ്ങനെ എന്റെ കയ്യിൽ തരും. ബർത്ത്ഡേക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 മാസം എടുത്തിട്ടില്ല അല്ലേ അമ്മ? അതിന് ശേഷമാണ് അവന് ഈ ഒരു ഐഡിയ കിട്ടിയത്, കടിക്കാനുള്ള. അത് കിട്ടിയതിന് ശേഷം അവ ഇപ്പൊ കൊണ്ട് നടന്ന് കളിക്കുന്നുണ്ട്. അവന്റെ വായിക്കകത്ത് ഈ ജോക്കറിന്റെ മൂക്കിലിരിക്കുന്ന ചുമന്ന സാധനം പോലെ അവന്റെ വായിക്കകത്ത് എപ്പോഴും ഈ സാധനം. അവനിപ്പം ബോറടിക്കുമ്പോ അല്ലേ എവിടെന്നെങ്കിലും എവിടെ കളിക്കണത് അങ്ങ് എവിടെയെങ്കിലും കേൾക്കുന്നാലും അറിയാൻ പറ്റും ഈ ബോളിട്ട് കളിക്കണത്. കളിച്ചോണ്ടിരുന്ന് ഞാൻ അവനെ ഇറക്കി വിട്ടിട്ടാണ് പോയിസ് ഇടുന്നത്. അപ്പം അച്ഛനും ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് വന്നതാ ഇരുന്ന് കളിക്കുന്നതാണ്. ഒരു ദിവസമല്ല, ഇന്നലെ. സോറി ഗൈസ്, മാറിപ്പോയി. അപ്പം ഇന്നലെ ഇരുന്ന് കളിക്കുന്നതാണ്. ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഇന്നലെ, തായോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, ടാറ്റാ.